സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇന്ന് ധോവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ധോവനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ പടം കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ധോവൻ്റെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്നതൊക്കെ നമുക്ക് വഴിയെ കാണാം, കൊടുക്കുന്നത് വഴിയെ കാണാം എന്തായാലും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാമല്ലോ വീട്ടിലോട്ട്. ഇപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നല്ല ആണ് നമ്മളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഓക്കെ നമ്മളിന്ന് താഴോട്ട് പോണേ. ഓക്കെ, അപ്പം നമ്മൾ താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ ഈ കാണുന്ന ഇതാണ് നമ്മളെ വീട്. ഇവിടെ നമ്മളിങ്ങനെ താഴോട്ടിങ്ങനെ പോകണം. ഇറങ്ങി ഇവിടെ കൽപ്പടവുകളുണ്ട്. ഈ കൽപ്പടവുകൾ ഇറങ്ങി നിങ്ങൾ ഇരുട്ടാണ്ടൊന്നും കാണാൻ പറ്റില്ല. ഇതുവഴി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് താഴെ വീടെത്തും. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പൊളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ താഴെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താണ് ഈ നിമിഷത്തിൽ പറയുക? നമ്മളെല്ലാ വീഡിയോകളിലും വരുന്ന ഈ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടിയാ, എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ അറിയാമോ? 3 ഉള്ളത്. ഓ, അത് കുട്ടിയല്ലേ കേട്ടോ, ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ എന്താണ് സ്ത്രീക്ക് എന്താണ് പറയാനുള്ളത്? എന്തൊരു പറയാനാ, എന്താ മാർബിളിൽ പോയി വരെ വാങ്ങിച്ചോണ്ട് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെ ചെയ്തു? നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന ആളുടെ തലേക്ക് ഒന്നുമില്ല കേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. നേരത്തെ ഞാൻ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോ പറയുവാണ് എന്റെ അടുത്ത് ചോദിച്ചില്ല. ഓ, ഞാൻ എന്റെ അടുത്ത് ചോദിച്ചില്ല. കള്ളത്തരം പറയുന്നു. എന്റെ കാലിന്റെ പുറത്തൂടെ കയറുന്നു. മതി. ഇല്ല, ഈ നിമിഷത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒന്നുമില്ല. ഏതെങ്കിലും ആൾക്കാരെ വിളിച്ചോണ്ട് പോവാ. ഈ ദിവസത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ ദിവസത്തെ നല്ല ദിവസമായിരുന്നു. അല്ല, അഴുക്ക് ദിവസമായിരുന്നു. അത് വേദ സോറി, അതൊന്നും നമ്മൾ പ്രേക്ഷകർക്ക് അറിയില്ല. വേറെ എന്തെങ്കിലും അഴുക്ക് ദിവസം മീൻസ് എന്തുവാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് ആ സാധനം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. എടുത്തത് എന്താണത്? മസാജ്. ഇനി പറയൂ. നല്ല അഴുക്ക് ദിവസം എന്താന്ന് വെച്ചാ ഇന്ന് ഞാൻ വീട്ടിലെ മുമ്പിൽ നടന്നപ്പോ ഒരു ചേർ ഇങ്ങനെ ഒന്നങ്ങ് നിന്ന്. എങ്ങനെയാണ് ചേരാൻ നിന്നത്? ഇങ്ങനെ അത് 2 നിമിഷം നിക്കാൻ പറ്റിയ സമയം. നമ്മളെ പ്രേക്ഷകർക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പല്ലെടുക്കുന്നതിനെ പറ്റി എന്താണ് പറയാൻ? 3 എടുത്തേ. 3 എടുത്താ വാറന്നേ. ഇനി ഇവിടെ ഇനി 2 കൂടെ ഉണ്ട്. നല്ല വേദനയാണ്. പല്ലെല്ലാം എടുത്ത് കളയാം. നിങ്ങളിപ്പോ കാണുന്ന ആൾക്കാർക്ക് വല്ല പല്ലെടുക്കാണെങ്കിൽ അകത്ത് കൂടി പോയാൽ മതി. അവർ നല്ലൊരു പരസ്യമല്ലേ. ചില ആൾക്കാർക്ക് മാത്രം, ചില ഡോക്ടർ മാത്രം പല്ല് വലിച്ചു പോയിട്ടു. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന്റെ ആൻസർ പറയണം. അയ്യോ സോറി, നമ്മളെ വണ്ടിയുടെ ടയർ ഇതീ കയറി കാലി. ഞാൻ ചോദിക്കാം, ഒരാൾക്ക് വയറ് കുറയ്ക്കണം. ദോശേച്ചി കേക്ക് ദോശേച്ചി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടൊന്ന് നോക്കി, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിരി. ഡയറ്റ് ചെയ്യാനല്ലേ, ഒരാൾക്ക് വയറ് കുറയ്ക്കണം. അയാളതിൽ ഉജാലയുണ്ട്. ദോശേച്ചി കേൾക്കുന്നുണ്ടാ? അയാളുടെ കയ്യിൽ ഉജാലയുണ്ട്. അയാൾ എങ്ങനെ വയറ് കുറയ്ക്കും? കുടിക്കും. കുടിച്ചിട്ടെന്തരി? ദോശച്ചിന് ഇങ്ങനെ വിറകി കൂടെ കാണാൻ കാന്താര സിനിമ പോലെ ഉണ്ട്. പറ, കുടിച്ചിട്ട് ദോശച്ചിക്ക് അറിയാമോ? പറ. എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടാ. അയാൾ ഉജാല എടുത്ത് കുടിക്കും. അപ്പോഴത്തേക്ക് അയാളുടെ പല്ലെല്ലാം നീല കളറാവും. അതായത് ബ്ലൂടൂത്ത് എന്ന് വെച്ചാൽ എന്തോ വയർലെസ് കണക്ഷൻ എന്ന് വെച്ചാൽ വയർലെസ്, വയറ് കുറവ്. ബുദ്ധിമാനെ നിങ്ങൾ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലായിരിക്കും ഗൈസ്. ഓ ഗൈസ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് ആൻസർ പറയാം. മാഗ്നറ്റ് കണ്ടുപിടിച്ച മാഗ്നറ്റ് മനീഷേ
ഞാൻ പറയട്ടെ എൻ്റെ ആൻസർ. ഉം. മാഗി നെറ്റ്. മാഗി കണ്ടുപിടിച്ച ആള് മാഗി തിന്നുന്ന ആൾക്കാർ തന്നെയാണ് മാഗി നെറ്റ് കണ്ടുപിടിച്ചത്. നെറ്റ് ഒരു എന്തുവാ ഏതാ നെറ്റിന്റെ പേരാണ് അറിയാമോ? നിങ്ങൾക്കൊന്നും ആർക്കും അതൊന്നും അറിയത്തില്ല. എൻ്റെ സ്വന്തമായിട്ടല്ലേ കറക്റ്റ്. ഗൈസ് ഇപ്പൊ പുതിയ പാട്ടൊക്കെ അറിയാമോ ഗൈസ്? ഏത് പാട്ട് നമുക്കൊന്നും അറിയില്ല. ഒരെണ്ണം പാടിയാണ്. അയ്യോ സോറി വീണ്ടും ഞാൻ കാലി കയറി. നമ്മൾ ഈ ടയറുള്ള കസേരയിലാണ് ഇരിക്കുന്നത്. അറിയാതെ ഞാൻ ഉരുട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇവിടെ കുറച്ച് ഫോട്ടോ എടുപ്പുണ്ട്. ഈ ഫോട്ടോയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഏതോ വെള്ളം ഒഴുകി വരുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ ഏതോ ഒരു കാട്ടില്. ഇത് ആരെടുത്ത ഫോട്ടോയാണ്? അവിടെ ഇനി ഇരിപ്പുണ്ട്. എടുക്കെടുക്ക്. ഏതോ കാടിന്റെ ഇടയിലൂടെ ആരും എടുത്ത ഫോട്ടോ. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാം തലതിരിച്ചാണല്ലേ. നല്ല സെറ്റ് അല്ലേ ഇത്? നോക്കട്ടെ. ഊതാണ്ട് കുരുമുളകാണെന്ന് ഒന്ന് പഠിച്ചിരിക്കുന്നു. എന്നാലും സെറ്റ്. ഇതെവിടാ? കുറെ റബ്ബർ മരങ്ങൾ പിടിച്ചിരിക്കുന്നു. വീണ്ടും വെള്ളച്ചാട്ടം. അവസാന പടം. ഇത് കൊള്ളാല്ലേ? ഈ ഫോട്ടോകൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കൊരു ചെടീനെ കുറിച്ച് അല്ലേ പിന്നെ പാട്ട് പാടുന്നല്ലോ. ആ പാട്ട് വന്നിരിക്കാമോ? ഉള്ളി പൊടിക്കുന്ന നേരമെല്ലാം ചായ കുടിക്കാനായി തോന്നലായി. ഇപ്പത്തെ ട്രെൻഡിങ് ആർക്കെങ്കിലും അറിയാമോ? പാട്. ചായ കുടിക്കാനായി തോന്നലായി. കട്ടൻ ചായയും മുട്ടപപ്സും തിന്നപ്പോ തേങ്ങലായി. കട്ടൻ ചായ തീർത്തൊരു ഉണ്ണിക്കുട്ടൻ. നിങ്ങളാരും ഈ ഭാഗം കാണാൻ പാടില്ല. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കളയണം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും. ദോശച്ചിക്കൊന്നും പറയാനില്ലേ? അതാ ഒരു അശരീരി കേൾക്കുന്ന. ആരാണത്? അതാ കൃഷ്ണ പ്രിയ. എന്തേലും പറയാനുണ്ടോ? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ വരച്ച് എൻ്റെ കയ്യിൽ. ധോൻ അതാ നമ്മള് ബർത്ത്ഡേ പോയി. ധോൻ എന്തേലും പറയാനുണ്ടോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ലച്ചു വരെ ചെയ്തു. ഇത് ഈ പടത്തിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഈ പടത്തിൽ ഇത്ര അടുത്തോട്ട് വരണ്ട, മുഖം കാണാൻ വയ്യ. ഈ പടത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലില് ചെയ്യുന്ന ഈ ഒരു ചേട്ടൻ, അതായത് ഉണ്ണിച്ചേട്ടൻ എന്തിന് എന്റെ പേരാ? ശരൺ. ഓ എന്റെ പേരാണ് ചേച്ച. ഈ ശരൺ എന്ന് പറഞ്ഞൊരു ശരത്തിന്. അയ്യോ അതെന്റെ അച്ഛന്റെ പേരാണ്. അച്ഛനെ വിളിക്കുന്ന. പറ ഉണ്ണിച്ചേട്ടന്റെ യൂട്യൂബ് ചാനൽ ഫേമസ് ആവാൻ വേണ്ടിയാണ് ഇതൊക്കെ എത്തിക്കുന്നത്. നാളെ ന്യൂസ് പേപ്പറിലൊക്കെ വരും. ഹലോ പറയൂ. അടുക്ക ഹലോ പറയൂ. എല്ലാ വീഡിയോയിലും അപ്പൊ ഹലോ പറയും. ഇങ്ങോട്ട് നോക്കി മേടിക്കൂ. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് നോക്ക്. അല്ലല്ല തല മാത്രമേ കാണിച്ചോളൂ. കലമത്തെ ഇങ്ങോട്ട്. സുരിതമ്മ എന്തി? സുരിതമ്മ ഹലോ പറയൂ. പിച്ചാത്തി കൊണ്ടുപോണു. കൊലപാതകം ചെയ്യാൻ പോണു.
ആരും വട്ടമില്ലേ കേക്ക് കണ്ടല്ലേ കണ്ടടേ. ഞാൻ വീഡിയോ എടുക്കണം ഞാൻ വീഡിയോ എടുക്കുന്നു. ആ അതന്നെ നമ്മള് അമ്മാമ്മയുടെ ഇത് പിന്നെ അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കണം. കേക്ക് കണ്ടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഒരു വയസ്സാ ധോനെ ഇതുണ്ടാ ധോനെ ഇതില് നിക്കുന്നില്ല പൊക്കം കാരണം. എന്താ നേരെ പിടിച്ചേക്ക് അപ്പോഴത്തേക്ക് കേക്ക് കിട്ടില്ല. കണ്ടാ ധോനെ ഇത്രയും പൊക്കിയാലേ ധോന്റെ തല അത്ര. 7 വർഷത്തിന് മുമ്പ് ഇതൊക്കെ ഏത് വർഷം അല്ലേ? കണ്ടിക്കുന്നില്ലേ? അയ്യോ സോറി. ഫാൻ അണക്കണ്ടേ? ഇത് ലൈറ്റ് ഓർഡർ നിൽക്കും നോക്ക്. അതിങ്ങനെ ചരിഞ്ഞ് നെല്ല് കട്ടിയല്ലേ? അമ്മാമ്മയും കൂടെ വരട്ട്. കല്യാണം ഇപ്പൊ അണ്ടർ വേൾഡാണ്. പറയല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കൊറേ നാളായില്ലേ കല്യാണത്തിനെ കണ്ടിട്ട്. കൊറേ എല്ലാം ഇത് ക്യാപ്ചർ ആയിട്ടുണ്ടോ? എല്ലാം പറഞ്ഞിട്ടൊക്കെ അപ്പൊ പറയുന്ന കേട്ടൊക്കെ തമിഴില് കൊടുത്തോ. ഓക്കെ എല്ലാം പറഞ്ഞു. ഇപ്പോഴും എല്ലാം ഉണ്ട്. ഇത് വരും. ഇതാണ് മെയിൻ. ഈ ഇന്ന് വീഡിയോയിൽ ഇതാണ്. കട്ടി ഹാപ്പി ബർത്ത്ഡേ ടു. എല്ലാരും കൈ അടിക്കൂ. ചുമ്മാ എല്ലാത്തിനും ഒരേ സാധനം തന്നെ. ഞാൻ കളറ് മാറുന്നേ ഉള്ളൂ. കട്ട് ചെയ്തില്ല. നീത കഴിഞ്ഞ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു, നിങ്ങളില്ലായിരുന്നു. ഞാൻ വേറെ പീസ് എടുക്കാം. ഇല്ലെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ എടുക്കട്ടെ. ഏത് വീഡിയോ എടുത്താലും അതിനകത്ത് അപ്പ കേക്ക് കണ്ടിക്കുന്നുണ്ടായിരിക്കും. എന്തൊരു ചളി. അതാ കലമുത്തമ്മയ്ക്കാണ്. എല്ലാരും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഇതങ്ങോട്ട് എല്ലാരും
ഇതങ്ങോട്ട് എടുത്തപ്പോഴേക്ക് എല്ലാരും മിണ്ടാതെ നിൽക്കുന്നു. ഫാനിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കാം. അയ്യോ വലിയണ്ണനില്ല, കൊച്ചണ്ണനില്ല. ദേമുച്ചനും കൂടെ വരാൻ പറഞ്ഞു, ഫോട്ടോ എടുക്കാം. ദേമുച്ച അപ്പക്ക് എന്താണ് വേണ്ടത്? പറയൂ. മുല്ലപ്പൂച്ചിരിയോ. ഓ ചിക്കൻ ലെഗ് പീസ്. ഇതൊന്നും കാണിച്ചൂടാ, വയലൻസ് കാണിച്ച യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും. അച്ഛൻ എന്താണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് അച്ഛൻ? അലമുത്തേപ്പ് എന്താണ് എടുത്തത്? എന്താണ് കഴിക്കാൻ എടുത്തത്? പൊറോട്ടയാ? കറി എന്താണ്? ചിക്കൻ കറി. ഇതെന്ത് കറിയാണെന്ന് പറയൂ. അപ്പൊ ഇതെന്തൊരു കറി? മുളക് കറി. ഇതെന്ത് കറിയാണ്? ചിക്കൻ കുറുമ. ചിക്കൻ കുറുമ. ഓ ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് നിന്റെ അടുത്ത് ആരും ചോദിച്ചില്ല. ഓക്കെ ഇവിടെ എന്താണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്തോ അടിച്ചു മാറ്റിക്കാണ്. നമുക്ക് വിവരം കിട്ടി. നിങ്ങളെ പിറകെ ഒന്ന് ഞാൻ കണ്ടെത്തും. എന്താണ് നിങ്ങൾ അടിച്ചു മാറ്റുന്നത്? ഡേയ് ഗിഫ്റ്റ് ആണ് അവിടെ വെച്ചാണ് എടുത്തു നോക്കുന്നു. നാണമുണ്ടോ? കൊറോണ വൈറസ് വഞ്ചളി. ഓക്കെ